നമസ്കാരം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 12 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും കർണാടകയിലെ 14 മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും കർണാടകയിൽ 28 മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളും ഉൾപ്പെടെ 97 മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുക. ഇതിനു പുറമെ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളും മഹാരാഷ്ട്രയിലെ 10 മണ്ഡലങ്ങളും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. അതോടൊപ്പം ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലും ഉദ്ധംപൂരിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാടും കർണാടകയും വ്യാഴാഴ്ച എങ്ങനെ വിധിയെഴുതുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ BJPക്ക് സാധ്യത കൽപ്പിക്കുന്നത് കർണാടകയിൽ മാത്രം. കർണാടകയിൽ കോൺഗ്രസും JDSും സഖ്യത്തിലാണ് മത്സരിക്കുക. ശക്തമായ പോരാട്ടം നടക്കുന്നത് തുംകൂർ, മാണ്ഡ്യ, ദക്ഷിണ കന്നഡ, ചിക്കബല്ലാപൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. NDA മേൽക്കൈ നേടുമെന്നാണ് സർവേകളെങ്കിലും 2014 17 സീറ്റ് നേട്ടം ആവർത്തിക്കാൻ NDAയ്ക്ക് കഴിയില്ലെന്നാണ് വിലയിരുത്തലുകൾ. ദക്ഷിണ കന്നഡയിൽ നിന്ന് നളിൻകുമാർ കട്ടീലാണ് BJP സ്ഥാനാർത്ഥി. ബംഗളൂരു നോർത്തിൽ നിന്നും DY സദാനന്ദ ഗൌഡയും മാണ്ഡ്യയിൽ നിന്ന് സുമലത BJP സ്വതന്ത്രയുമായാണ് ജനവിധി തേടുന്നത്. അതേസമയം ചിക്കബല്ലാപൂരിൽ നിന്ന് വീരപ്പ മൊയ്ലിയും തുംകൂരിൽ നിന്ന് JDSന്റെ ദേവഗൌഡയും മത്സരിക്കും. മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് JDS കോൺഗ്രസ് സഖ്യം. എന്നാൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ JDSനകത്തു നിന്നുള്ള അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കും. സുമലതയും മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയും മത്സരിക്കുന്ന മാണ്ഡ്യയിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾ തിരിച്ചടിയായേക്കുമെന്നാണ് സൂചനകൾ. വൊക്കലിംഗ സമുദായത്തിന്റെ വോട്ടുകളാണ് സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അതേസമയം തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസ് DMK സഖ്യത്തിന് മേൽക്കൈ ഉണ്ടെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. മായാവതിക്കുള്ള പരീക്ഷണമായ ഉത്തർപ്രദേശിലെ 8 സീറ്റുകളും മഹാസഖ്യത്തിന് നിർണായകമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് മായാവതിക്ക് വിലക്ക് നൽകിയതോടെ തിരിച്ചടി നേരിടാനുള്ള സാധ്യതകളും വിരളമല്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധികാരപരിധികളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയിൽ വിശദീകരണം നൽകും. വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും BSP നേതാവ് മായാവതിയെയും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് വിലക്കിയതും കമ്മീഷൻ കോടതിയെ അറിയിച്ചേക്കും. ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പരിമിതികളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേ ഉള്ളൂ. ഒരു വ്യക്തിയെ അയോഗ്യനാക്കാൻ അധികാരം ഇല്ലെന്നുമായിരുന്നു കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. ഈ മറുപടിയെ തുടർന്നാണ് കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് പരിശോധന ആവശ്യമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വിശദീകരണം നൽകണമെന്നും കോടതി ഉത്തരവിട്ടത്. മുസ്ലിം പള്ളികളിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ വിലക്ക് കൽപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിലക്ക് ഭരണഘടനയുടെ 14, 15, 21, 25, 29 വകുപ്പുകളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജസ്റ്റിസ് SA ബോണ്ടെ, ജസ്റ്റിസ് അബ്ദുൽ നസീർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേക്കെതിരെ പത്തനംതിട്ട LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലങ്ങൾക്കെതിരെയാണ് പത്തനംതിട്ടയിലെ LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് ഈ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേ ഫലത്തെ കാണാൻ കഴിയുമെന്ന് LDF പാർലമെന്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ വ്യക്തമാക്കി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ സർവേ ഫലങ്ങൾ തകിടം മറിച്ചുകൊണ്ടാണ് കേരളത്തിൽ LDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത്. സർവേ ഫലം ഇടതുമുന്നണിയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും അനന്തഗോപൻ പറഞ്ഞു. ഈ ചാനൽ സർവേകളുടെ ഫലത്തെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജനമനസ്സുകളിൽ തെറ്റായ ചിന്ത പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള സർവേ ഫലങ്ങളാണ് പുറത്തുവിടുന്നത് എന്നത് തന്നെയാണ്. ഇത് BJPയെയും കോൺഗ്രസിനെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ നടത്തുന്ന ഈ സർവേ പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങൾ
ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ജനമനസ്സുകളിൽ ഇടം നേടിയ വീണ ജോർജിനെ പരാജയപ്പെടുത്താൻ ഇത്തരം ചാനൽ സർവേകൾക്ക് കഴിയില്ല. ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനും ആശങ്കയുണ്ടാക്കാനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 12 പാർലമെൻറ്റ് മണ്ഡലത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. കൃത്രിമമായി സൃഷ്ടിക്കുന്ന സർവേ ഫലങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുകയാണെന്നും വർഗീയതയ്ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ജനങ്ങൾ എല്ലായ്പ്പോഴും ഇടതുമുന്നണിക്കൊപ്പമാണെന്നും അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും VS അച്യുതാനന്ദനും. കാശ് കൊടുത്തുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ വരുന്ന സർവേകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് BJP നിലപാടുകളെ VS അച്യുതാനന്ദനും ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ സജീവമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും VS അച്യുതാനന്ദനും 3 കേന്ദ്രങ്ങളിലായിട്ടാണ് പര്യടനം നടത്തിയത്. കാശ് കൊടുത്തുള്ള കള്ളപ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്ന സർവേകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2004 ഇതിനുദാഹരണമാണ്. ഇത്തവണ അതിനേക്കാൾ മികച്ച വിജയം LDF നേടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിന്നെ ചില പ്രചരണ രീതികൾ ഇപ്പോൾ ഉണ്ടല്ലോ, പ്രചരണ രീതി പണം കൊടുത്തുണ്ടാക്കുന്നതാണ്. അത് നാടിൻ്റെ അഭിപ്രായമല്ല, വോട്ടറിൻ്റെ അഭിപ്രായമല്ല, വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. ചില അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ നോക്കും. ആ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള പണസ്വാധീനവുമുണ്ട്. ആ പണസ്വാധീനമുള്ളവർ മറ്റു പല പ്രചരണങ്ങളും കഴിച്ചുകൂടും. അതൊന്നും നാടിനെയോ നാട്ടുകാരെയോ വോട്ടർമാരെയോ ബാധിക്കുന്ന കാര്യമല്ല. കോൺഗ്രസ് BJP നിലപാടുകളെ VS അച്യുതാനന്ദനും ചോദ്യം ചെയ്തു. ഇപ്പോൾ ചില വിശ്വാസ സംരക്ഷകർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സംഘപരിവാർ സംഘടനകളും നാളെ അതിൽ ചേരാനുള്ള കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരേ വീറോടെ രംഗത്തുണ്ട്. വിശ്വാസ സംരക്ഷണത്തിനായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്ന ഈ അവസരവാദികൾക്ക് വേണ്ടത് വിശ്വാസികളുടെ വോട്ടാണ്. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഒറ്റുകൊടുക്കാൻ കോൺഗ്രസുകാർക്ക് ഒരു മടിയുമില്ല. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് മുന്നോടിയായി DYFI പ്രവർത്തകർ ഒരുക്കിയ ബൈക്ക് റാലിയും നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനങ്ങൾ വലിയ ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാവപ്പെട്ടവരുടെ അന്നം മുടക്കാൻ പരാതി നൽകിയ പ്രേമചന്ദ്രനോട് എഴുത്തുകാരൻ അശോകൻ ചെരുവലിന്റെ ചോദ്യം: MLA, MP, മന്ത്രി പദവികൾ നേടാനുള്ളത് മാത്രമാണോ രാഷ്ട്രീയം? തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ അന്നം മുടക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം തെറ്റിപ്പോയെന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ DYFI പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തുവരുന്ന പൊതിച്ചോറിനെതിരെയാണ് MK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അന്നം മുടക്കാനാണോ പരാതി നൽകിയതെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ UDFിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. എഴുത്തുകാരനായ അശോകൻ ചെരുവിലും ഫേസ്ബുക്കിൽ തന്റെ പ്രതിഷേധം കുറിച്ചു. MLA, MP, മന്ത്രി പദവികൾ നേടാനുള്ളത് മാത്രമാണോ രാഷ്ട്രീയമെന്ന് അദ്ദേഹം പ്രേമചന്ദ്രനോട് ചോദിച്ചു. ഇതുപോലുള്ള കള്ളനാണയങ്ങൾ സ്വന്തം സ്വാർത്ഥലാഭത്തിന് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും നികൃഷ്ടമായ കൂറുമാറ്റവും നടത്തുന്നവനെ 18 അടവും പയറ്റുന്നവനെ പരാജയപ്പെടുത്തണമെന്ന് അശോകൻ ചെരുവിൽ പറഞ്ഞു. ഇപ്പോൾ DYFIയുടെ ആ ഭക്ഷണ വിതരണത്തിനെതിരെ ശ്രീ NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായിട്ടാണ് അറിയുന്നത്. MLA, MP, മന്ത്രി തുടങ്ങിയിട്ടുള്ള വലിയ സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും നേടുന്നതിനും അതിനുവേണ്ടി അവസരത്തിനനുസരിച്ച് കൂറുമാറ്റം നടത്തുന്നതും മാത്രമാണോ രാഷ്ട്രീയം എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്? സാംസ്കാരിക രംഗത്തെ നിരവധി പേരിപ്പോൾ പാവപ്പെട്ടവർക്ക് DYFI നടത്തുന്ന അന്നദാനത്തെ പ്രശംസിച്ചും അന്നം മുടക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താനും അഭ്യർത്ഥിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു തുടങ്ങി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് സർവേ ഫലം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതെന്ന്
എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P. രാജീവ്. ലഭിക്കാവുന്ന വോട്ടിന്റെ ശതമാനവും സീറ്റുകളുടെ എണ്ണവും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുന്നത് സാമ്പിളിംഗിലെ പിശക് മൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും പ്രചരണം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ സർവേ ഫലം പ്രചോദനം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യത്തെ സർവേ പറയുന്നത് 250 പേരെയാണ് കണ്ടേക്കുന്നത്. അതും 2 അസംബ്ലി മണ്ഡലങ്ങൾ. കഴിഞ്ഞ സർവേ 500 പേരെ കണ്ടു എന്നാണ്. എത്ര അസംബ്ലി മണ്ഡലങ്ങളാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും പ്രീ പോളിനകത്ത് ഒരു എറർ ഫാക്ടർ കൂടുതലാണ് സാധാരണ രീതിയിൽ തന്നെ. അപ്പോൾ റാൻഡം സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നതിലുള്ള സൂക്ഷ്മമായ ശാസ്ത്രീയത ഇല്ലെങ്കിൽ അത് പാളാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇന്നലെ വന്ന സർവേ അനുസരിച്ചായിരുന്നുവെങ്കിൽ കേരളത്തിൽ LDFന് 60 സീറ്റാണ് പരമാവധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടേണ്ടിയിരുന്നത്. അതിൻ്റെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി സീറ്റിലേക്കും പെർസെൻറ്റേജിലേക്കുമുള്ള മാറ്റത്തിൽ എപ്പോഴും പാളിപ്പോകുന്നുണ്ട്. അപ്പം ഞാനതിന് ഈ വശം കൂടി കാണുന്നുണ്ട്. അപ്പം ഞാൻ കാണേണ്ട കുറച്ച് ആളുകളുണ്ട് എന്നൊരു ചിന്ത എന്നിലേക്ക് എത്തിക്കുന്നത് സഹായകരമാണ്. അപ്പോൾ അവരിലേക്ക് കൂടി എത്താനാണ് ഇനിയുള്ള ദിവസങ്ങൾ ശ്രമിക്കുക. സംസ്ഥാനത്ത് താപനില ഏപ്രിൽ മാസത്തിൽ ഉയർന്നു നിൽക്കും. എന്നാൽ ഇന്നു മുതൽ 19 വരെ വേനൽ മഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ചൂട് കൂടിയ നിലയിൽ തുടരുന്ന സാഹചര്യത്തിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ വേനൽമഴ എത്തിത്തുടങ്ങി. ഇന്നു മുതൽ ഈ മാസം 19 വരെ സംസ്ഥാനത്ത് പരക്കെ ചെറിയ തോതിൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. എന്നാൽ താപനില ഏപ്രിൽ മാസത്തിൽ ഉയർന്നു തന്നെ നിൽക്കും. 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ശരാശരിയിൽ നിന്നും ഉയരും എന്നതിനാൽ സൂര്യാതപ മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നീട്ടിയിട്ടുണ്ട്. മെയ് മാസത്തോടെ ചൂടിന്റെ കാഠിന്യം കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. അതേസമയം കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ജൂലൈ മാസത്തോടെ ദുർബലപ്പെടും. ഇതോടെ കേരളത്തിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിക്കാനാണ് സാധ്യത. എൽനിനോ പ്രതിഭാസം കാരണം പക്ഷേ കാലവർഷം എത്താൻ വൈകുമെന്നും അറിയിപ്പ് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വോട്ടർമാർ പണം നൽകി സ്വീകരിക്കുന്ന കാഴ്ച കാണാൻ പ്രേമചന്ദ്രനെ ഇടതുമുന്നണി പ്രവർത്തകർ ക്ഷണിച്ചു. ഇടതുമുന്നണി കാശ് നൽകി വോട്ട് വാങ്ങുന്നു എന്ന ആരോപണത്തിന് ചവറയിലെ വോട്ടർമാരാണ് KN ബാലഗോപാലിന് കൈനീട്ടം നൽകി UDFന് മറുപടി നൽകിയത്. പൊന്നാനിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ വിഷുദിനത്തിൽ തവന്നൂർ വൃദ്ധസദനം സന്ദർശിച്ചു. അന്തേവാസികൾക്കൊപ്പം വിഷുസദ്യ കഴിച്ചാണ് അൻവർ മടങ്ങിയത്. വിഷുദിനത്തിൽ തവനൂർ വൃദ്ധസദനത്തിലെ അന്തേവാസികളെ കാണാനാണ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ എത്തിയത്. എല്ലാവരോടും വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും വിഷു ആശംസകൾ അറിയിച്ചും അൻവർ വൃദ്ധസദനത്തിൽ ഏറെ നേരം ചെലവഴിച്ചു. അവർക്കൊപ്പം വിഷുസദ്യയും കഴിച്ചു. സ്ഥാനാർത്ഥിക്ക് അമ്മമാർ വിജയാശംസകൾ നേർന്നു. മാതൃത്വത്തിന്റെ വിലയറിയാത്തവരാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതെന്ന് PV അൻവർ പറഞ്ഞു. പക്ഷേ മക്കൾ എന്താ മോനെ, എത്ര മക്കളുണ്ട് അമ്മയെന്ന് ചോദിച്ചാൽ മക്കളില്ല മോനെ എന്നാ പറയുന്നു. അപ്പോഴും അവർ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ഈ അമ്മമാരെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ എത്തിയിട്ടും മക്കളെ കുറ്റം പറയാനോ മക്കളുടെ പോരായ്മ പറയാനോ ഒരമ്മയും ഒരച്ഛനും ഇവിടെ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് അമ്മമാർ ഒരു വാക്ക് പറയുന്നില്ല. മക്കൾ മനസ്സിലാക്കേണ്ട, മാതൃത്വം എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിഷു PV അൻവറിനൊപ്പം ആഘോഷിക്കാനായതിന്റെ സന്തോഷത്തിലായിരുന്നു അമ്മമാർ. വീണ്ടും വരാമെന്ന് പറഞ്ഞാണ് PV അൻവർ പ്രചരണ തിരക്കുകളിലേക്ക് നീങ്ങിയത്. പൊന്നാനിയിൽ നിന്നും AK ലതീഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.